തരിശുകിടന്ന 404 ഏക്കർ മെത്രാൻകായൽ നെൽപ്പാടത്ത് 313 ഏക്കറിലാണ് സർക്കാർ മുൻകൈയെടുത്ത് കൃഷിയിറക്കിയത്. 27 ഏക്കർ സ്ഥലം മാത്രമാണ് കർഷകരുടേതായുള്ളത്. മറ്റിടങ്ങളിൽ സർക്കാർ നിർദ്ദേശപ്രകാരം വിവിധ സംഘടനകൾ കൃഷിയിറക്കുകയായിരുന്നു. അടുത്ത വർഷവും മെത്രാൻകായലിൽ കൃഷിയിറക്കുമെന്നും ഇപ്പോൾ കൊയ്തെടുത്ത നെല്ലിനെ മെത്രാൻകായൽ അരി എന്ന ബ്രാൻഡിൽ പുറത്തിറക്കുമെന്നും മന്ത്രി സുനിൽകുമാർ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഈ കായലിന്റെ പേര് ഇപ്പോൾ മെത്രാൻ കായലാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഈ കായലിന്റെ പേര് സർക്കാർ കായൽ എന്നാക്കി മാറ്റുമെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് സർക്കാരിന്റെ കായലാക്കി മാറ്റും. അതിനാവശ്യമായ നിയമങ്ങളിലൂടെ തന്നെ നടപടിയെടുക്കും. ജൈവ കൃഷി രീതിയിലേക്ക് കേരളം പൂർണ്ണമായി മാറണമെന്ന് ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ച നടൻ ശ്രീനിവാസൻ പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന സംഭവം അതിൻ്റെ അകത്ത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും ഒരാൾക്കെങ്കിലും കേരളത്തിൽ പ്രചോദനമാവാൻ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു എന്ന് വരുന്നത് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടൂറിസം പദ്ധതിക്കായി സ്വകാര്യ കമ്പനി പാടശേഖരം ഏറ്റെടുത്തതോടെയാണ് മെത്രാൻകായലിൽ നെൽകൃഷി ഇല്ലാതായത്. കൃഷിയിറക്കാൻ തയ്യാറായ കർഷകരെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ 1 കോട്ടയം.